തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിലും കുറഞ്ഞിടാതെ തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിലും കുറഞ്ഞിടാതെ മണ്ണിൽ തൻ ബലത്താലേ നടത്തും എൻ്റെ ദൈവമെന്നും മണ്ണിൽ തൻ ബലത്താലേ നടത്തും എൻ്റെ ദൈവമെന്നും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തൊരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവൻ എലിമേലെക്കെന്നും ഭാര്യയ്ക്ക് നവമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോനെന്നും കില്യോനെന്നും പേർ. അവർ യഹൂദിയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് എന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവമിയുടെ ഭർത്താവായ എലിമേലേക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. നാം ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ഇത് ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിച്ച രൂത്തിൻ്റെ പുസ്തകം പഠിക്കാൻ ശ്രമിക്കുകയാണ്. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത കാലത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് എഴുതിയിട്ടുള്ളത് ആ കാലത്ത് രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നുവെന്നാണ്. അക്കാലത്ത് രാജാക്കന്മാരില്ലായിരുന്നു എന്നല്ല. രാജാക്കന്മാർ ഉണ്ടാകുന്നത് നമുക്കറിയാം ശൗല് മുതലാണ്. അതിനു മുമ്പ് ആണ് ന്യായാധിപന്മാരുടെ കാലം. ന്യായാധിപന്മാരുടെ കാലത്ത് രാജാവില്ലായിരുന്നുവെന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല. എന്നാൽ ഇവിടെ രാജാക്കന്മാരെന്നല്ല, രാജാവെന്നാണ്. അത് ദൈവമായ രാജാവിനെ കുറിച്ചാണ്. ഇസ്രയേലിനെ ആ മിസ്രയീം മുതൽ ഭരിച്ച് ശത്രുക്കളിൽ നിന്നൊക്കെ വിടുവിച്ച് അവർക്ക് പ്രമാണങ്ങൾ നൽകി അവരെ വഴി നടത്തിയ യഹോവയായ രാജാവിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത കാലത്ത് ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടക്കുകയാണ് ഉണ്ടായത്. അക്കാലത്ത് ദേശത്ത് പലപ്പോഴും ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അക്കാലത്തുണ്ടായ ഒരു ക്ഷാമകാലത്ത് എലിമേലെക്ക് എന്ന ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ നവമിയോടും മക്കൾ മഹ്ലോനോടും കില്യോനോടും കൂടെ 50 മൈൽ അകലെയുള്ള മോവാബ് എന്ന സ്ഥലത്തേക്ക് അവർ താമസിക്കാനായിട്ട് പോയി. ഇവിടെ അവർക്ക് വയലുണ്ടായിരുന്നു. പക്ഷേ വരൾച്ച നിമിത്തമാകാൻ ക്ഷാമമുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ കൃഷിക്കാരായിരുന്നു. ആരോഗ്യമുള്ള 3 പുരുഷന്മാർ അവർക്ക് പോയി മഴയുള്ള മോവാബിൽ, കാലാവസ്ഥ അനുകൂലമായ മോവാബിൽ ചെന്ന് കൃഷി ചെയ്ത് ധനികരാകാം എന്ന് വിചാരിച്ചാണ് അവർ പോയത്. ദൈവം ആവർത്തന പുസ്തകത്തിലുമൊക്കെ എഴുതിയിട്ടുണ്ട്, ഇസ്രയേൽ ദൈവത്തെ മറന്ന് ജാതികളെപ്പോലെ ജീവിക്കാനിടയായാൽ ദൈവം ആകാശത്തെ
താമ്രവും ഭൂമിയെ ഇരുമ്പുമാക്കും. അതായത് ദേശത്ത് മഴ പെയ്യുകയില്ല, ക്ഷാമം വരുത്തും, മക്കളെപ്പോലും പുഴുങ്ങിത്തിന്നാൻ ഇടയായി തീരും എന്നൊക്കെ ദൈവം നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ക്ഷാമകാലത്ത് ഇസ്രായേലിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമനുഷ്യ തങ്ങളുടെ ദുർമാർഗ്ഗം വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. തീർച്ചയായിട്ടും ദൈവസന്നിധി വിനയപ്പെടാനും താഴാനും കരയാനും തയ്യാറായിരുന്നെങ്കിൽ ദൈവം പ്രാർത്ഥന കേട്ട് മഴ പെയ്യിക്കുമായിരുന്നു. എന്നാൽ അതിനൊന്നും മെനക്കെടാതെ എലിമേലേക്ക് ബേത്ലഹേമിൽ നിന്ന് തൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി മോവാബിലേക്ക് പോവുകയാണുണ്ടായത്. മോവാബിൽ പാർക്കാൻ പോവുക എന്നുള്ളതൊരു പാപം അല്ല. ഇസ്രയേലിന് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി പാർക്കാം. കാരണം ദാവീദ് തൻ്റെ അപ്പനെയും അമ്മയെയും മോവാബ് രാജാവിൻ്റെ അടുക്കലാണ് കൊണ്ടുവന്നാക്കിയത്. ദൈവം എന്നെ കടാക്ഷിക്കുന്നത് വരെ ഇവരെ അങ്ങ് പുലർത്തണം എന്ന് പറഞ്ഞ് ദാവീദ് തൻ്റെ മാതാപിതാക്കളെ മോവാബ് ദേശത്താണ് കൊണ്ടുവന്നാക്കിയത്. അതിൽ തെറ്റൊന്നുമില്ല. ഇസ്രായേലിന് എവിടെ വേണമെങ്കിലും പോയി പാർക്കാം. പക്ഷെ അവർ യഹോവയെ മറക്കരുത്. അവർ വർഷത്തിൽ 3 തവണ പെരുന്നാളുകൾക്ക് യെരുശലേമിലേക്ക് വരണം. അവർ തങ്ങളുടെ മക്കളെ ഇസ്രായേലിയരുമായിട്ട് വേണം വിവാഹം കഴിപ്പിക്കാൻ. അവരുടെ ശവം അവർ ഇസ്രായേൽ ദേശത്ത് പിതാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുവന്നാണ് അടക്കേണ്ടത്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. എലിമേലേക്കും കുടുംബവും അവർ ദേശം വിട്ടുവെന്ന് മാത്രമല്ല ദൈവത്തെയും വിട്ടു എന്നുള്ളതാണ് സത്യം. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. എലിമേലേക്കും കുടുംബവും ബോധിച്ചതുപോലെ നടന്നതിനാൽ ഉണ്ടായ ശിക്ഷയാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ളത്. എന്നാൽ നവോമി യഥാർത്ഥമായിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിയുകയും അനുതപിക്കുകയും നവോമി യഹോവയായ ദൈവത്തെക്കുറിച്ച് തൻ്റെ മരുമക്കളോട് സാക്ഷിക്കുകയും അതിലൊരാളെ ദൈവത്തിനായി നേടുകയും ചെയ്തതിനാൽ ആ കുടുംബത്തിനുണ്ടായ അനുഗ്രഹമാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തുള്ളത്. അപ്പോൾ ദുഃഖത്തിലും പാപത്തിലും കഷ്ടത്തിലും ശാപത്തിലും ആരംഭിച്ച ഈ പുസ്തകം അനുഗ്രഹത്തിലും സന്തോഷത്തിലും വലിയ വിജയത്തിലും നന്മയിലും അനുഗ്രഹത്തിലും അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാപത്തെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തെ സ്നേഹിച്ച് ജീവിക്കാൻ തയ്യാറായാൽ, ദൈവഹിതം അന്വേഷിക്കാതെ ഓരോരുത്തരും ബോധിച്ച പോലെ ജീവിക്കാൻ തയ്യാറായാൽ ഇക്കാലത്തും ദൈവത്തിന് ന്യായവിധി കുടുംബങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ രൂത്തിൻ്റെ പുസ്തകം. എന്നാൽ അനുദപിക്കാനും ദൈവത്തിങ്കിലേക്ക് യഥാർത്ഥമായി മടങ്ങി വരാനും തയ്യാറായാൽ ദൈവം കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ അനുഗ്രഹിക്കും എന്നുള്ളതിനും ഈ പുസ്തകം ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തക പഠനം നമുക്ക് വലിയ ചൈതന്യം നൽകും. ഒരു നല്ല പിതാവ് എങ്ങനെയായിരിക്കണം, നല്ല മാതാവ് എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, മരുമക്കൾ എങ്ങനെയായിരിക്കണം, അമ്മാവിയമ്മ എങ്ങനെയായിരിക്കണം, അയൽക്കാർ അല്ലെങ്കിൽ സഭക്കാർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള നല്ല പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മെ എല്ലാവരെയും, നമ്മുടെ സഭകളെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കും, അവർക്ക് ഇൻസ്പിറേഷൻ നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും രൂത്ത് എന്ന മോവാബ്യ പെൺകുട്ടി, അവൾ ദാവീദിൻ്റെ വല്യമ്മയാവുകയും
കർത്താവിൻ്റെ വംശാവലിയിൽ പെടുവാനിടയായി തീരുകയും അത്രമാത്രം ഉയരുകയും ചെയ്യുവാനിടയായത് അവൾ യഹോവയായ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചതിനാലാണ്. യഹോവയായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ശാപത്തിൽ നിന്ന് മുക്തി നേടുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.